സൽമാ, എന്താണ് എന്താണ്? ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലമായിട്ടത്. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ചെറിയൊരു തണുപ്പുണ്ട്. എന്താ വെച്ചാൽ ഈ പാറക്കെട്ടിന്റെ ആ ഒരു കുളമായതുകൊണ്ട് ഒരു ചെറിയ തണുപ്പുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സ്വല്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചൊന്ന് റെഡി ആവണം. സൽമാക്ക് എഴുന്നേറ്റ് പാടെ ഫുഡൊക്കെ കൊടുത്തു, അതുകൊണ്ട് ഇനി കുഴപ്പമില്ല. അല്ലെങ്കിൽ സൽമ കട്ടൻ ചായ കുടിക്കാൻ സമ്മതിക്കൂല അടുത്തോട്ട് വന്നിട്ട്. പിന്നെ ഇത് ടെന്റ് കണ്ടില്ലേ, മഴ പെയ്ത പോലെ വെള്ളമാണ്. ഇതാ ഉണ്ടാ, ഭയങ്കര വെള്ളമാണ്. ഇത് മൊത്തം പണ്ട് പാറ പൊട്ടിച്ചിരുന്ന ആ ഒരു പാറക്കുളാട്ടോ. പാറക്കുളം എന്ന് പറയാൻ പറ്റില്ല, പാറ പൊട്ടിച്ച് കുഴിയാക്കി ഇപ്പൊ ഒരു കുളമായി. അല്ലേ സൽമ? നമ്മുടെ സൽമയുടെ ദേഹത്ത് പിന്നെ ഒരു സൈസ് താരം വരുന്നുണ്ട് ഇവിടെ. ഞാൻ ഇന്നലെ അതൊക്കെ നല്ല തേച്ചൊരിച്ച് കുളിപ്പിച്ചതാണ്. പക്ഷെ 2-3 ദിവസം അടുപ്പിച്ച് ആ ഷാമ്പു, നമ്മൾ ആ താരം പോകുന്ന ഷാമ്പു ഉണ്ടല്ലോ, അത് തന്നെ തേച്ച് 2-3 ദിവസം അടുപ്പിച്ച് കുളിപ്പിച്ചാലേ അത് പോവുള്ളൂ. അപ്പൊ എന്തായാലും ഷാമ്പു തേച്ച് ഇന്നൊരു നീരാട്ടം നടത്തണം സൽമ. അത് കഴിഞ്ഞ് ഞാനും ഒന്ന് നീരാടാം അല്ലേ. എന്നിട്ട് നമ്മൾ വീണ്ടും അടുത്തൊരു നല്ല സ്ഥലമുണ്ട് ക്യാമ്പ് ചെയ്യാൻ, അങ്ങോട്ടാണ് പോകാനുള്ള പരിപാടി. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് റെഡി ആക്കാനുണ്ട്. നമ്മളെ വണ്ടി വെച്ചിരിക്കുന്നത് അപ്പുറത്താട്ടോ, നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പൊ എന്തായാലും ഞാൻ കാപ്പിയൊക്കെ കുടിച്ചൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. നമ്മളിപ്പോഴേ ഈ സാധനങ്ങൾ ഒതുക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്കിപ്പോഴേ ടെന്റ് മടക്കി പോകാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചാല് അത്രയും വെള്ളം, ആ ടെന്റൊന്നും ഉണങ്ങാതെ മടക്കി വെക്കാൻ പറ്റില്ല. നമുക്ക് പുറത്ത് ഇത്ര തണുപ്പാണെങ്കിലും ഉള്ളില് അങ്ങനെ കാര്യമായിട്ട് തണുപ്പൊന്നും അറിയണില്ല കേട്ടോ. എന്തായാലും നമ്മുടെ ജിന്നിന്റെ ടെന്റ് സെറ്റപ്പാ. കുറച്ചുകൂടി കാപ്പി ഉണ്ട്, അത് കളയണ്ടല്ലോ അല്ലേ, എവിടെയും കുടിക്കുക. എന്നിട്ട് ഗ്യാസൊക്കെ എടുത്തു വെച്ച്, ഇനി നമ്മൾ ഗ്യാസിനകത്തൊന്നും വെക്കൂല. ഗ്യാസ് ഇതേപോലെ എമർജൻസിക്ക് ഉപയോഗിക്കാൻ മാത്രമാണ് ഇനി ഉപയോഗിക്കുള്ളൂ. പിന്നെ ഇന്ന് ചോറൊക്കെ വെക്കണം, നമുക്ക് തീ കത്തിച്ച് വെക്കാം. എന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. ഞാൻ വിചാരിച്ചു ഇവിടെ നമ്മൾ വന്ന സമയത്ത് പകൽ സമയത്ത് ഭയങ്കര പട്ടിയുടെ ശല്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3-4 പട്ടി നമ്മുടെ ചുറ്റിനും ഉണ്ടായിരുന്നു പകല്. അപ്പോൾ ഇന്നലെ വന്ന സമയത്ത് അപ്പം ഞാൻ വിചാരിച്ചു രാത്രി പട്ടിയുടെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും പട്ടിയുടെ ശല്യം ഒന്നും ഉണ്ടായില്ല, സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല, വേറെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഓക്കെ ആയിരുന്നു. ഇനി നമുക്ക് എന്തായാലും സൽമയെ കുറച്ച് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി പുല്ലെന്തായാലും തിന്നോട്ടെ. അപ്പോഴത്തേക്ക് ഒന്നുകൂടി ഒന്ന് നേരം വിളിക്കട്ടെ അല്ലേ. ബാ, ഇനി കുറച്ച് അങ്ങോട്ടും അങ്ങോട്ടും മാറി പോയി തിന്നോ. ബാ ബാ. കുറച്ച് നേരം ഒന്ന് നേരം വിളിക്കണ വരെ ഇവിടെ തിന്നോട്ടോ. എന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറേ കേട്ടോ. ഇഷ്ടം പോലെ ചെറിയ ചെറിയ മീനുണ്ട് കേട്ടോ.
എനിക്ക് തോന്നുന്നത് ഇതിനുള്ളിൽ തന്നെ ഇന്നലെ രാത്രിയൊക്കെ മീൻ ഇങ്ങനെ ചാടിയിരുന്നു, കിളുക്കിളുന്ന് പറഞ്ഞ് ചാടിയിരുന്നു. ഇനി എന്തായാലും ഒന്ന് നേരം വിളിക്കട്ടെ അല്ലേ. ഇനിയിപ്പോൾ കുറച്ച് വെയിൽ വന്നാലേ ഒന്ന് സെറ്റ് ആവുള്ളൂ. നല്ല തണുപ്പുണ്ട്, സമയം അധികം ആയിട്ടുമില്ല, 7 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ നേരം വെളുത്തുന്ന വെയിലൊക്കെ വന്നത് ഉണങ്ങിയാലേ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാനും പറ്റുള്ളൂ. നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതുവരേക്കും ഞാൻ കുറച്ചൊരു എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ അങ്ങോട്ട് ചെയ്തിരിക്കുക അല്ലേ, അല്ലാണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ബാ 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 ബാടി. അപ്പോൾ എന്തായാലും നമുക്കേ സൽമായെ ഒന്ന് വൃത്തിയായിട്ട് തേച്ചടിച്ച് കുളിപ്പിക്കണം. എന്താ വെച്ചാൽ സൽമൻ്റെ ഈ ഇവിടെയൊക്കെ നിറച്ച് താരനുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് താരൻ എടുത്ത് കളഞ്ഞതാണ്. ഷാമ്പൂ ഒക്കെ തേച്ച് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കണം. ആദ്യം തന്നെ കുറച്ച് ഷാമ്പു ഇട്ടിട്ട് 2 മിനിറ്റ് വെക്കാല്ലേ. അടിപൊളി. രാവിലെ തന്നെ ഇടങ്ങേറാക്കല്ലേ, കുളിക്ക്, താരനുണ്ട് തലയിൽ. നമ്മുടെ പെൻഡിൻ്റെ അടുത്ത് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. നടക്കട്ടെ അല്ലേ. നിക്കടി, ഇങ്ങോട്ട് നിക്ക്, ഇവിടെ നിക്ക്. എന്താണ് ഇവിടെ നിക്ക്. അടിപൊളിയായില്ലേ, വൃത്തിയായില്ലേ? ഇങ്ങോട്ട് വാ. പാലൊക്കെ എന്ത് ചെളിയടി. പോരാ, ഈ വെള്ളം ഒഴിച്ച് കഴുകി വരാം കേട്ടാ, മതിയില്ലേ? ഇത് നമ്മൾ തീ കത്തിക്കുന്നോണ്ടേ കരി അങ്ങനെ പോകുന്നൊന്നുമില്ല, പോകുന്ന കരി അങ്ങ് പോട്ടെ അല്ലേ.
അപ്പോൾ നമ്മുടെ പാത്രം കഴുകൽ കഴിഞ്ഞു. ഇതിവിടെ വെച്ചാൽ ഉണങ്ങുകയും ചെയ്യും. ഇനി നമുക്കൊന്ന് കുളിക്കണം, പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിടണം. അത്രയേ ഉള്ളൂ പണി കേട്ടോ. ഇതിന്റെ ആ സൈഡൊക്കെ നല്ല ആഴമുള്ള കേട്ടോ. എന്താ വെച്ചാൽ പാറ പൊട്ടിച്ച ഭയങ്കര കുഴിയാണ്. നമ്മളെന്തായാലും ആ സൈഡിലോട്ടൊന്നും പോണില്ല. ഈ സൈഡിൽ കുളിച്ചിട്ട് അങ്ങ് സെറ്റാവാം. പിന്നെ തുണിയും കഴുകിയിടണം. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ ഒതുക്കി പതുക്കെ വിടാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മളെ ടെന്റൊക്കെ ഉണങ്ങി നല്ല സെറ്റായി, കുഴപ്പമൊന്നുമില്ല. വെയിലായി, നല്ല വെയിലായി. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഒതുക്കി എല്ലാം സെറ്റായിട്ടോ. ഇനി നമ്മൾ നമ്മുടെ തുണി, പിന്നെ ബാഗ്, പിന്നെ അങ്ങനെയുള്ള ലൈറ്റ്, അതൊക്കെ നമ്മുടെ സൽമയുടെ വണ്ടിയിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ പതുക്കെ നമ്മുടെ ക്യാമറയൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. പോയിട്ട് പിന്നെ എല്ലാം ഈ പവർ ബാങ്കും ക്യാമറയൊക്കെ ചാർജിലിട്ടിട്ട് നമ്മളൊരു 4-4:30 ആകുമ്പോൾ വരും. എന്നിട്ട് സൽമായും കൂട്ടി ഇതിൻ്റെ അപ്പുറ സൈഡിൽ നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ. പിന്നെ അപ്പോൾ എന്നും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ. ഞാനപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കട്ടെ. ഇതിനി സൽമയുടെ വണ്ടി അങ്ങായിരിക്കണത്, അത് വലിയ ദൂരമില്ല, നോക്കിയാൽ കാണാം. പക്ഷേ ആ തുണികളൊക്കെ അവിടെ കൊണ്ടേ ആറിയിടണം, കഴുകിയത്. പിന്നെ ലൈറ്റൊക്കെ ചാർജിങ്ങിൽ അവിടെ തന്നെ വെക്കണം. ഈ ബാക്കിയുള്ള ബാഗൊക്കെ കെട്ടി വെക്കണം ഇതിനകത്താക്കി. ഈ ക്യാമറയൊക്കെ കൊണ്ട് നമ്മളങ്ങ് പോകും. സൽമായെ നല്ലൊരു സ്ഥലത്ത് തണലത്ത് സൽമായും കെട്ടി വിടണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം.